ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. മിസ് പ്രഡിക്ഷൻ വീഡിയോസ് ഇപ്പം നിലവിൽ 3 പ്രഡിക്ഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി പ്രഡിക്ഷൻ വീഡിയോസ് ഇന്ത്യൻ എക്കോണമിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും വരുന്നുണ്ട്. എപ്പോഴും വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ ലിങ്കുകൾ വന്നിട്ടുണ്ടോയെന്ന്. പിന്നെ നോട്ടിഫിക്കേഷൻസ് വരണമെന്നില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് കയറി നോക്കാട്ടെ. ഇംഗ്ലീഷിനും എല്ലാം വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ +2ലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂണിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാം. നേരത്തെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫീസിൽ ഒത്തിരി ഡിസ്കൗണ്ട് ഉണ്ട്. ഫുൾ ഇയറിലേക്ക് 5,999 ആണ്, 5,999 ആണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് മന്ത്ലി അടയ്ക്കണമെങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ട ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു സബ്ജക്റ്റ് മാത്രം മതിയല്ല, അങ്ങനെ ചൂസ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് 4 സബ്ജക്ട്സിലേക്കും കൂടി വേണ്ടിയിട്ട് ഫുൾ ഇയറിലേക്കുള്ള പേയ്മെൻ്റ് ആണ് കേട്ടോ. അത് ഇയർലി ഓഫറാണ്, അത് ഇയർലി ബേർഡ് ഓഫറാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന കുറേ പേർക്കാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓഫർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ എടുത്ത് വയ്ക്കാം. ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളൂ. കാരണം കഴിഞ്ഞ തവണ ബാച്ച് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇത്തവണ സീറ്റ്സ് ലിമിറ്റഡ് ആണ് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താഴേക്കൊന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. സോ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഇന്ത്യൻ എക്കോണമിയിൽ ആക്ച്വലി ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 8 ഇൻഫ്രാസ്ട്രക്ചറും ചാപ്റ്റർ 5 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ കുറച്ച് ടോപ്പിക്സ് ആണ് വരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു, പിന്നെ അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ഓരോ പാഠത്തിൽ നിന്നും മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ളത് നോക്കാം. ഇന്ത്യൻ എക്കോണമി അറ്റ് ദി ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ എക്കോണമി അറ്റ് ദി ഇയർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല എങ്ങനെയായിരുന്നു, അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിന്റ്സ് ആണ്, അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിക്കണം. ദെൻ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അവരുടെ മോട്ടീവ്സ് എന്തായിരുന്നു, 2 മോട്ടീവ്സ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഫോറിൻ ട്രേഡിൽ അവരെന്താണ് ചെയ്തത്, അതായത് ഫോറിൻ ട്രേഡിൽ എന്തായിരുന്നു, ഇന്ത്യ അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയൊക്കെ മാറ്റി സർപ്ലസ് ഒന്നും നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതൊക്കെയാണ് വന്നത്. പിന്നെ അന്നത്തെ ഡെമോഗ്രഫിക് കണ്ടീഷൻസ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ലിറ്ററസി റേറ്റ് കുറവായിരുന്നു, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റും പഠിക്കണം, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് എത്ര % ആളുകൾ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന്, സർവീസ് സെക്ടറിൽ നിന്ന് എല്ലാം എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിമ്പിളായിട്ട് 1-2 കാര്യങ്ങളിലും പഠിക്കണം. അത് മിസ് വീഡിയോ ചെയ്യാം. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ കൊണ്ടുവന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, അതായത് അവർ റെയിൽവേസ് സ്ഥാപിച്ചത്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് സ്ഥാപിച്ചതൊക്കെ ഉണ്ടല്ലോ, അതുകൂടി പഠിക്കാം. അത് മിസ് വീഡിയോ ചെയ്യാം കേട്ടോ. ദെൻ ചാപ്റ്റർ 2-ൽ നിന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് 5 ഇയർ പ്ലാനും അതിൻ്റെ ഗോൾസ് എന്താണെന്ന് പഠിക്കണം. ദെൻ അതിൻ്റെ ആളാരാണ്, PC മഹാലനോബിസ്, അതെന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതെല്ലാം. ദെൻ 5 ഇയർ പ്ലാനിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കണം. 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് അഗ്രികൾച്ചർ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ലാൻഡ് റിഫോംസും കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷനും കൊണ്ടുവന്നു. ഗ്രീൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് പഠിക്കണം. സബ്സിഡീനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ്, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സും പഠിക്കണം. കാരണം ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ ട്രേഡ് പ്രകാരം ഇൻഡസ്ട്രീസിനെ 3 ക്ലാസിഫൈ ചെയ്തു. ആ 3 ഇൻഡസ്ട്രീസ് ഏതാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്നുള്ളത് പഠിക്കണം. ദെൻ ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് GDP കൂടിയെങ്കിലും അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജോബ്ലെസ് ഗ്രോത്ത് ആയിട്ട് മാറിയിരുന്നു. അപ്പോൾ ആ ജോബ്ലെസ് ഗ്രോത്ത് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജോബ്ലെസ് ഗ്രോത്ത് എന്താണെന്ന് പഠിക്കണം. ദെൻ അടുത്ത ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈ LPG അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എന്തായിരുന്നു എന്ന് പഠിക്കണം. ഇവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു, ഗൾഫ് വാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നില്ല, ആ ബാക്ക്ഗ്രൗണ്ട്സ് പഠിക്കണം. ദെൻ NEP നാഷണൽ എക്കണോമിക് പോളിസി പ്രകാരം അത് 2 ലെവലിൽ കൊണ്ടുവന്നത്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസും ആയിട്ട് കൊണ്ടുവന്നു. ദെൻ ലിബറലൈസേഷനെ പറ്റിയിട്ട് പഠിക്കാം. ലിബറലൈസേഷൻ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഓരോ മേഖലയിലും എന്താണെന്ന് പഠിക്കണം. കാരണം ടാക്സ് റിഫോംസിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ സെക്ടറിലും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ, ടാക്സ് റിഫോം, ഫോറിൻ എക്സ്ചേഞ്ച്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെയൊക്കെ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ പഠിക്കണം. പ്രൈവറ്റൈസേഷനിൽ മെയിനായിട്ട് ഗവൺമെൻറ് ചെയ്ത 2 കാര്യങ്ങൾ, ഗവൺമെൻറ് ഓണർഷിപ്പ് വിഡ്രോ ചെയ്തു, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഡീറിസർവേഷൻ, ആ കാര്യങ്ങൾ പഠിക്കണം. ദെൻ ഗ്ലോബലൈസേഷൻ പഠിക്കണം. ഔട്ട്സോഴ്സിങ് എന്താണ്, ഔട്ട്സോഴ്സിങ്ങിൻ്റെ നമ്മുടെ
ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ് ഡെസ്റ്റിനേഷൻ ആകാനുള്ള കാരണങ്ങളും ഔട്ട്സോഴ്സിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും പഠിക്കണം കേട്ടോ. അതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ WTOനെ പറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചിരിക്കണം. WTOയുടെ എയിമും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഈ ഒരു 1991 ന്യൂ എക്കണോമിക് പോളിസി അസസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു ജോബ്ലെസ് ഗ്രോത്ത് ആണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ജോബ്ലെസ് ഗ്രോത്തിൻ്റെ കാരണങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ പോവർട്ടി പറയുമ്പോൾ ആരാണ് പാവപ്പെട്ടവർ, അല്ലെങ്കിൽ പോവർട്ടിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പഠിക്കണം. പല ടൈപ്സ് ഓഫ് പോവർട്ടി വരുന്നുണ്ട്, അത് പഠിക്കണം. ഹെഡ് കൗണ്ട് റേഷ്യോയുടെ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക, കോസ്റ്റ് ഓഫ് പോവർട്ടിയും. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ 8 മാർക്കിന് പഠിക്കുന്നത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവേഷൻ ആണ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 1-2 സെൻറ്റൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, ബട്ട് എല്ലാം പഠിക്കണം. 5ാമത്തെ പാഠം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അതിൽ നിന്ന് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ പഠിക്കണം. 5 സോഴ്സസ് ഉണ്ട്. ആ സോഴ്സസ് ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. ദെൻ ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒന്ന് പഠിക്കണേ. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോന്ന് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്. NCERT, AICT, UGC എന്നൊക്കെ പറയുന്നത് എഡ്യൂക്കേഷൻ്റെ രംഗത്തുള്ള റെഗുലേറ്ററി ബോഡീസ് ആണ്. ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ ഒക്കെ ഹെൽത്ത് സെക്ടറിൽ വരുന്നതാണ്. അതൊന്ന് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്റർ 6 പഠിച്ചാൽ മതി. റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ആകുന്നു എന്നുള്ളതും അതിലുള്ള ഇഷ്യൂസ് എന്താണെന്നും പഠിക്കണം. ദെൻ റൂറൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു, ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്ത മെക്കാനിസം എന്താണ്, മൾട്ടി ഡയമെൻഷണൽ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ ഉണ്ട്. അതായത് നബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഓരോന്നിനെ പറ്റിയിട്ടും പഠിക്കണം കേട്ടോ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ് എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഇതും പഠിക്കണേ. എമർജിങ് ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആയിട്ട് മിസ് വീഡിയോ ചെയ്യാട്ടോ. ഡോൺ വറി, 80 ഔട്ട് ഓഫ് 80 സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് വീഡിയോ ഇംഗ്ലീഷും മലയാളവും വെച്ചിട്ട് മിസ് ചെയ്യാട്ടോ. അതിന് മുന്നേ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുകയാണല്ലോ എന്തായാലും ചാപ്റ്റർ വൈസ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് മിസ് പറഞ്ഞു തരുന്നതാണ്. ദെൻ ഫാമിംഗ് സെക്ടറിൽ കൊണ്ടുവരാവുന്ന ഡൈവേഴ്സിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ, അതല്ലാതെയുള്ള കാര്യങ്ങൾ, അതർ ലൈവ്ലിഹുഡ് ഓപ്ഷൻസും ഏതാണെന്ന് ചോദിക്കാറുണ്ട്, പഠിക്കണം. പിന്നെ നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കാം. ചാപ്റ്റർ 7 വരുന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് ആണ്. അതിൽ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ്റെ കാരണങ്ങൾ പഠിക്കണം. ടൈപ്സ് ഓഫ് വർക്കേഴ്സ് 3 ഉണ്ട്. റെഗുലർ സാലറിഡ്, കാഷ്വൽ, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അത് പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് ഫോർമൽ സെക്ടർ, എന്താണ് ഇൻഫോർമൽ സെക്ടർ കേട്ടോ, അത് പഠിക്കണേ. ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ബെനിഫിറ്റ്സ് ചോദിക്കും. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ഗൈസ്ഡ്, സീസണൽ ഉണ്ട്, സ്ട്രക്ചറൽ ഉണ്ട്, 4 എണ്ണം ഉണ്ട്. 4 ടൈപ്പും പഠിക്കണം കേട്ടോ. പിന്നെ ജോബ്ലെസ് ഗ്രോത്ത് എന്താണെന്ന് ചോദിക്കും, അത് പഠിക്കുക. അതിവിടെ പറയുന്നുണ്ട്. അതായത് GDP റേറ്റ് 1992 ശേഷം ഒത്തിരി ഇൻക്രീസ് ആയി എന്നുണ്ടെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ആ സമയത്ത് കുറയാണ് ചെയ്തത്. അതിനെയാണ് വളർച്ചയുണ്ടെങ്കിലും ജോബില്ലാത്ത വളർച്ച, അതാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ ചാപ്റ്റർ 8 നമുക്ക് ഒഴിവാക്കിയിരിക്കുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് തിയറി പഠിക്കേണ്ടതിന് ഭാഗത്തിന് അതില്ല. ചാപ്റ്റർ 9 എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നിന്ന് എൻവയോൺമെൻറ്റ് ഫങ്ഷൻസ് പഠിക്കണം. ദെൻ അതേപോലെ തന്നെ പിന്നെ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതല്ലോ. സോ അതൊന്ന് പഠിച്ചേക്കാം, ലാൻഡ് ഡിഗ്രഡേഷൻ്റെ കാരണങ്ങളൊക്കെ. പിന്നെ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത് ചിപ്കോ മൂവ്മെൻറ്റ് എന്താണ്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണെന്നൊക്കെ ജസ്റ്റ് ഓരോ സെൻറ്റൻസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 8 മാർക്കിന് പഠിക്കുന്നത് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. ഓക്കെ, അത് പഠിക്കാം. ദെൻ ചാപ്റ്റർ 10 കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സിൽ ചൈനയുടെ സ്ട്രാറ്റജീസ്, ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പറയും. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, പിന്നെ അതേപോലെ തന്നെ ഗ്രേറ്റ് പ്രൊലട്ടോറിയൻ കൾച്ചർ റവല്യൂഷൻ, 1 ചൈൽഡ് പോളിസി. അപ്പോൾ ചൈനയുടെ, പാകിസ്ഥാനും പഠിച്ചോളാം. പിന്നെ കമ്പാരിറ്റീവ് സ്റ്റഡിയും കൂടി പഠിച്ചോളാം കേട്ടോ. ഡെമോഗ്രഫിക് കണ്ടീഷൻസ് ഒന്ന് പഠിക്കണേ, അതുകൂടി ഒന്ന് പഠിക്കണം. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഈ ഒരു മലയാളം ഉണ്ട് കേട്ടോ, മലയാളം കൂടി വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് പഠിക്കേണ്ടത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് ഇസ് എ സ്റ്റഡി ഓഫ് ഓർഡിനറി മാൻ ഇൻ ലൈഫ് എന്ന് പറയുന്നത് ആരാണ്, ആൽഫ്രഡ് മാർഷലാണ്, അത് പഠിക്കണം. പിന്നെ എക്കണോമിക്സിന് സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും എന്താ പറയുന്നത് എന്നുള്ളത് പഠിക്കണം. പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ പാർട്ടിൽ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് ഡേറ്റ ഏതൊക്കെയാണ്, പ്രൈമറി സെക്കൻഡറി ഉണ്ട്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, പ്രൈമറിയുടെ 3 സോഴ്സസ്, പിന്നെ സർവേ എന്താണ്, ക്വസ്റ്റ്യനെയർ എന്താണ്, ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റീസ്. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന 3 മെത്തേഡ് ഉണ്ടല്ലോ, പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. 3 മെറിറ്റും ഡിമെറിറ്റും പഠിക്കണം. പൈലറ്റ് സർവേയുടെ അഡ്വാൻറ്റേജും പഠിക്കണം കേട്ടോ, അത് ചോദിക്കാറുണ്ട്.
പിന്നെ സെൻസസ് സർവേ എന്താണ്, സാമ്പിൾ സർവേ എന്താണ്, സാമ്പിളിങ്ങിൻ്റെ മെത്തേഡ് വരുന്നുണ്ട്, അത് പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്നത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഏജൻസീസ് ഏതൊക്കെയാണ്, ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത പാഠം ചാപ്റ്റർ 3 ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. അതിൽ ഡേറ്റയെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്രോണോളജിക്കൽ, ജോഗ്രഫിക്കൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. അത് പഠിക്കണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വേരിയബിൾസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. അതും പഠിക്കണം കേട്ടോ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ടേബിൾ വരയ്ക്കാൻ പ്രോബ്ലമാണ് പഠിക്കേണ്ടത്. ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാനും പഠിച്ചിരിക്കണം. അത്രയുമാണ് ആ പാഠത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ അടുത്ത ചാപ്റ്ററാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന ഡേറ്റ നമുക്ക് 3 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ടെക്സ്റ്റൽ ഉണ്ട്, ടാബുലാർ ഉണ്ട്, ഡയഗ്രമാറ്റിക് ഉണ്ട്. പാർട്സ് ഓഫ് എ ടേബിൾ 8 പാർട്സ് ഉണ്ട്, 8 പാർട്സ് പഠിക്കണം. പിന്നെ ഡയഗ്രംസ് ആണ്. ഡയഗ്രംസ് വരയ്ക്കാൻ പഠിക്കുമ്പോൾ മെയിനായിട്ട് ബാർ ഡയഗ്രത്തിൽ സിമ്പിൾ ബാർ ഡയഗ്രം പഠിക്കണം, ബാക്കിയൊന്നും വേണ്ടെന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്. ദെൻ സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കണം. പിന്നെ പൈ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കണം. പിന്നെ ഫ്രീക്വൻസി ഡയഗ്രംസ് വരുമ്പോൾ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി കർവ്, ഒജീവ്സ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹിസ്റ്റോഗ്രാം പ്രധാനപ്പെട്ടതാണ്. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് മോഡ് ലൊക്കേറ്റ് ചെയ്യാനും അതേപോലെ ഒജീവ്സ് വരച്ചിട്ട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ ചാപ്റ്റർ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് അരിത്തമെറ്റിക്, മീൻ, മീഡിയൻ, മോഡ്, 3ഉം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിക്കാം. പിന്നെ നമ്മൾ ഇതുകൂടി പഠിക്കണം, അതായത് ഓഡ് ഈക്വൽ 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള ആ ഒരു ഇക്വേഷനും കൂടി നമ്മളൊന്ന് പഠിച്ചിരിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ക്വാർട്ടൈൽസ്, ഡിസൈൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചോദിച്ച് കാണുന്നില്ല, പ്രോബ്ലത്തിൽ ഇതുവരെ ചോദിച്ച് കാണുന്നില്ല. അതിനൊക്കെ തിയറി പഠിച്ചാൽ മതി. ക്വാർട്ടൈൽസ് ഒരു സീരീസിനെ 4 ആക്കുന്നു, ഡിസൈൽസ് ഒരു സീരീസിനെ 10 ആക്കുന്നു, പെർസെൻറ്റൈൽസ് ഒരു സീരീസിനെ 100 ആക്കുന്നു എന്നുള്ളത്. ചാപ്റ്റർ 6 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നമുക്കില്ല. ദെൻ ചാപ്റ്റർ 7 ആണ് പിന്നെയുള്ളത്. ചാപ്റ്റർ 7 നോക്കാം. ചാപ്റ്റർ 7 കോറിലേഷൻ. കോറിലേഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് കോറിലേഷൻ പഠിക്കണം. പോസിറ്റീവ്, നെഗറ്റീവ്, പെർഫെക്റ്റ് പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ് ഉണ്ട്. അതിൻ്റെ എല്ലാം ഗ്രാഫുകൾ, നോ കോറിലേഷൻ, അങ്ങനെ 5 ഗ്രാഫുകൾ പഠിക്കണം. പിന്നെ കോറിലേഷൻ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാൾ പിയേഴ്സൺസും റാങ്ക് കോറിലേഷനും ഒക്കെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ഇത്തവണ എക്സാമിന് ഇതിന് പ്രോബ്ലം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതുവരെയുള്ള പരീക്ഷകൾ ചോദിച്ചിട്ടില്ല. മോഡലിനോ ക്രിസ്മസ് എക്സാമിനോ കഴിഞ്ഞ വർഷങ്ങളിലോ അതിന് മുന്നത്തെ വർഷങ്ങളോ 2016 മുതലോ ഒന്നും 2016 മുതലല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് ഇത് ചോദിച്ചിട്ടില്ല. കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിച്ചിട്ടില്ല. പിന്നെ അത് സിലബസിൽ നിന്ന് എടുത്ത് കളയാണ് ചെയ്തത്. പക്ഷേ ഈ ഭാഗത്ത് നിന്ന്, കോറിലേഷൻ്റെ ഈ ഭാഗത്ത് നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ബാക്കി എല്ലാം പഠിച്ചിട്ടുണ്ട്, ഇത് മാത്രം പഠിച്ചിട്ടില്ലാത്തെങ്കിലും അത്രയും പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തിയറീസ് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക. എന്തൊക്കെ തിയറി പഠിക്കണമെന്നുള്ളതും മിസ് വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് റാങ്ക് കോറിലേഷൻ കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് നമ്പർ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത് സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ്. ലാസ്റ്റ് പേഴ്സ് മെത്തേഡ്, പാസ്റ്റേഴ്സ് മെത്തേഡ്, വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് അങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത് ഇതാണ്, സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ്. കഴിഞ്ഞ എല്ലാ വർഷങ്ങളും ചോദ്യപേപ്പറിലും മോഡലിനും ഒക്കെ ചോദിച്ച് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സിഗ്മ P1 ബൈ സിഗ്മ P0 × 100. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് 1 മാർക്കിന് പഠിക്കുക, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് 1 മാർക്കിന് പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഇത്രയും. പിന്നെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. അതിലൊരു പ്രോജക്റ്റ് മേക്ക് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് എന്താണെന്ന് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ പഠിക്കേണ്ട. ഒരു 7 പോയിന്റ്സ് വരുന്നുണ്ട്, പോയിന്റ്സ് ബിബ്ലിയോഗ്രഫി വരെ 7 പോയിന്റ്സ് വരുന്നുണ്ട്, പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. സോ +1 എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുമായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി ഇത് വെച്ചിട്ടുള്ള വീഡിയോസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രഡിക്ഷൻ വീഡിയോസ് മുഴുവനും കണ്ടിട്ട് പോകുക. +2ൻ്റെ എക്കണോമിക്സ് എളുപ്പമായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. ആ പാനൽ ഓഫ് ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും +1 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് മിസ് പറയുന്ന വീഡിയോസ് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ +1 എക്കണോമിക്സ് എക്സാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എക്സാം എളുപ്പമാകട്ടെ. വീഡിയോ അവസാനം വരെ കണ്ടവർ ആരൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്